ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിമ്പിൾ ബീഡ് വർക്കാണ്. ഇത് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 കളർ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതുപോലെ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കണം. എന്നിട്ട് ഒരു സ്റ്റിച്ചിൽ 10 ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നീഡിലെടുത്ത് അതേ പോയിന്റിലേക്ക് വീണ്ടും നീഡിൽ താഴേക്ക് കുത്തിയെടുക്കണം. അതിനുശേഷം സാധാരണ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ലേസി ഡേസി സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് ഫിക്സ് ചെയ്യണം. അതിനുശേഷം ഓരോ 2 ബീഡ്സ് കൂടുന്നിടത്തും ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഓരോ ഡിസൈനും ചെയ്ത് കഴിയുമ്പം ആ ഡിസൈൻ ഫുള്ളായിട്ട് ഒന്നും കൂടെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. പിന്നെ ഇതുപോലത്തെ ബീഡ് വർക്കൊക്കെ ചെയ്യാനുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ ഇങ്ങനത്തെ ബീഡ് വർക്കൊക്കെ ചെയ്യാൻ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കാം. അടുത്തത് ഇനി സെൻറ്ററിൽ ഒരു 3 ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ചെയ്ത ഒരു സ്റ്റിച്ചിൽ മാത്രമാണ് 10 ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കി ഇനി വരുന്ന എല്ലാ സ്റ്റിച്ചിലും 3 ബീഡ്സ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം അതും ഇതുപോലെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഫിക്സ് ചെയ്യണം. അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ 2 സൈഡിലും ഗ്രീൻ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ്. അതും ഇതുപോലെ 3 ബീഡ്സ് ആണ് ഓരോ സ്റ്റിച്ചിലും ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ വേറൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സെറ്റ് ഗ്രീൻ കളർ കട്ട് ബീഡ്സ് ചെയ്യുന്നത് കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് കുറച്ച് താഴേക്ക് ഒരു ബീഡിൻ്റെ സ്പേസ് താഴേക്ക് മാറിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതൊരു തവണ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താലാണ് ഈ ഒരു ഡിസൈൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഓരോ സെറ്റ് ബീഡ്സ് കഴിയുമ്പോൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യണം. ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, കാരണം ഓൾറെഡി ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇതുപോലെ ഓരോ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ കുർത്തിയിലൊക്കെ ആകുമ്പം കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ലൂസായി പോകും. അങ്ങനെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നത്.
ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റും. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ 5 ബീഡ്സിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ക്ലോത്തിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം അടുത്ത 5 ബീഡ്സ് ചെയ്യണം. അപ്പോൾ ഈ 5 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നിച്ച് നീഡിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എത്രയാണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതുപോലെ എടുത്തിട്ട് അടുത്ത ബീഡ്സിലും കൂടെ എടുത്താൽ മതി. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നീഡിൽ താഴേക്ക് കൊണ്ടുപോയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡിലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻറ്ററിലെ 3 ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് അടുത്ത സൈഡിലെ 5 ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ള ഓർഡറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഈ ഒരു രണ്ടാമത്തെ സ്റ്റിച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല. ഈ ഒരു ഡിസൈൻ ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നെക്ക് ഡിസൈനായിട്ടും ചെയ്യാം. അപ്പോൾ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പേപ്പറിൽ വരച്ചത് കാണിക്കാം. അത് ഞാൻ മുമ്പ് ഒരു ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് വരച്ചതാണ്. അപ്പോൾ ആ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കാം. ഇങ്ങനെയാണ് ആ ഒരു നെക്ക് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത്. അപ്പോൾ ബീഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്